ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു കിടിലൻ പോർക്ക് വരട്ടിയതാണ്. അപ്പം നമുക്ക് ഈ പോർക്ക് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് 1 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. അത് വൃത്തിയായി കഴുകി ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ 1 കിലോ പോർക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഫാറ്റ് കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്, എന്നാലും ഫാറ്റ് കുറച്ചൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഈ ഒരു ഫാറ്റ് ഉരുക്കി അത് എണ്ണയായിട്ട് അതിൽ കിടന്നിട്ട് കുക്കാവണം. പിന്നെ വേറൊരു പോയിന്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഫാറ്റ് നിങ്ങൾക്ക് ഇത്ര അധികം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ പകരം നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ പോർക്കിൻ്റെ ഫാറ്റിൽ നിന്ന് വരുന്ന എണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നമ്മുടെ ഈ പോർക്ക് റെസിപ്പിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫാറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉരുക്കി ഒരു ഓയിൽ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ പോർക്കിൻ്റെ പീസസ് നിങ്ങൾ ജസ്റ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇടുക. അത് ഉരുകി വരുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ നമുക്ക് ഓയിൽ കിട്ടും. അത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ക്യൂബ്സ് നമ്മളൊരു പാനിലിട്ട് അത് ഉരുക്കി എടുത്തപ്പം അത് ഇങ്ങനെയായി വന്നു, ഈ ഓയിലായിട്ട് വന്നു. ഇത് പോർക്കിൻ്റെ പ്യുവറായിട്ടുള്ള ഓയിലാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 വലിയ ഉള്ളിയാണ്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 12 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 12 ചെറിയുള്ളി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചോളം ഇഞ്ചി ഇതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 8 മുതൽ 10 അല്ലി വരെ അത് ഞാൻ ഇതുപോലെ ചതച്ചിട്ടുണ്ട്. അതേപോലെ 4 പച്ചമുളകും നമ്മളിതുപോലെ ചതച്ച് വയ്ക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് വേണം. അപ്പോൾ ഇത്രയും സാധനം കൂടി നമുക്കിതിന് വേണം. ഇനി ബാക്കി നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ്. അത് ഞാൻ ഇടുന്നതിനനുസരിച്ചിട്ട് പറയാം. കുക്കറിലേക്ക് ഈ പോർക്ക് ഇട്ടതിന് ശേഷം നമ്മളിത് വേവിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ പോർക്കിനെ സംബന്ധിച്ചിട്ട് വേവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി നമ്മൾ ചതച്ച് മാറ്റി വെച്ചത് ഇഞ്ചി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നേരത്തെ നമ്മൾ ചതച്ചത് ഫുള്ളായിട്ട് ഇടണ്ട, അതിൻ്റെ ഒരു പകുതി ഇട്ടാൽ മതി. ചെറിയുള്ളി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫുള്ളും നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ പച്ചമുളക് ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ അത് കൈ കൊണ്ട് നല്ല രീതിയിൽ പുരട്ടി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിൽ ഒരു 2-3 വിസിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു, 1 ടേബിൾ സ്പൂണോളം. ബാക്കിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പോർക്ക് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് എണ്ണയുണ്ടല്ലോ, ആ എണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമ്മുടെ ഈ ഉള്ളി വഴണ്ട് വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് വരണം. അപ്പോൾ ആ ഒരു രീതിയിലാവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി കുറച്ച് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും.
കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച പോർക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനാദ്യമായിട്ട് മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. 3 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് നമ്മുടെ ഈ പോർക്ക് റെസിപ്പിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ കുരുമുളക് 3 ടീസ്പൂൺ. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഗരം മസാല പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ നമ്മുടെ പോർക്കിലേക്ക് വേണ്ട മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പോർക്ക് വേവിച്ചപ്പോൾ കിട്ടിയ ഓയിലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് ഇനി പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയും കൂടി വേണം. ഞാനിപ്പോൾ ഈ പോർക്കും മസാലയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് കുക്ക് ചെയ്യാം. ഒരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കുക, ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കും കൂടി വേണം. ഇനി ഞാനിത് അടയ്ക്കുന്നില്ല, ഞാൻ തുറന്നു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എത്രത്തോളം റോസ്റ്റ് ആവണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റായിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ വരട്ടി നമ്മുടെ പോർക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.